വികസനത്തിന്റെ നിറവിൽ കുടുംബശ്രീ പുതിയ പദ്ധതികളെക്കുറിച്ച് അവബോധം നൽകാനും പ്രചരണത്തിനുമായി മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന മാധ്യമ ശില്പശാല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുന്ന പുതിയ പദ്ധതികളുടെ വിശകലനത്തിനും പ്രചരണത്തിനും വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. വിവിധ സെക്ഷനുകളായി നടന്ന ശില്പശാലയിൽ വിഷയാധിഷ്ഠിതമായ ചർച്ചകളും അവതരണങ്ങളും നടന്നു. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നതിൽ കുടുംബശ്രീ നിർണായക പങ്കുവഹിച്ചെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. സൂക്ഷ്മ സംരംഭങ്ങളിലൂടെ സാമ്പത്തിക ശാക്തീകരണം, സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ, ഇതെല്ലാം വിജയകരമായി തന്നെ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെയായിട്ട് കുടുംബശ്രീ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് സ്ത്രീകൾ പൊതുജീവിതത്തിലേക്ക്, സാമൂഹ്യ രംഗത്തേക്ക്, പൊതുരംഗത്തേക്ക് കൂടുതൽ കടന്നു വരാനുള്ള അവസരമുണ്ടായി. അതിനെ തുടർന്നാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളും അതിനെ നയിക്കുന്നവരുമൊക്കെയായി അനേകം സ്ത്രീകൾ ഉയർന്നു വന്നത് കുടുംബശ്രീയുടെ കളരിയിൽ നിന്നായിരുന്നു എന്നുകൂടി കാണണം. ശില്പശാലയിൽ പ്രവൃത്തി പരിചയ ക്ലാസുകളും വിവിധ വിഷയത്തിലുള്ള സെമിനാറുകളും നടന്നു. ഓണത്തിന് 5000 ഗിഫ്റ്റ് ഹാമ്പറുകൾ കുടുംബശ്രീ പുറത്തിറക്കും. 9 ഇന ഉൽപ്പന്നങ്ങൾ അടങ്ങിയതാണ് ഗിഫ്റ്റ് ഹാമ്പർ. ഇത്തവണത്തെ ഓണം പ്രമാണിച്ച് 50,000 കിറ്റുകൾ വിതരണം ചെയ്യാനും കുടുംബശ്രീ ലക്ഷ്യമിടുന്നുണ്ട്. ഒരു കിറ്റിന് 799 രൂപ നിരക്കിലായിരിക്കും വിൽപ്പന നടത്തുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.